Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Good afternoon. ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് വൈറ്റമിൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? പറഞ്ഞു വീണ്ടും പറയാണ്. കേരള PSCയില് നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാ കഴിഞ്ഞ അറിയാം. എന്ന് വെച്ചാൽ എങ്ങനെയായാലും ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിനകത്തുനിന്ന് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. ഓരോ വൈറ്റമിനും അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സുകൾ താഴെ എഴുതി തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വൈറ്റമിൻസ് പഠിച്ചേ? വൈറ്റമിൻ എയും ബി കോംപ്ലക്സുകള്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ. ഇപ്പൊ ഈ പറയുന്ന പോയിന്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ടോക്കോഫിറോൾ. TOCOPHEROL. ടോക്കോഫിറോൾ എന്നാണ് സയന്റിഫിക് നെയിം. ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. TOCOPHEROL. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് അല്ലെ? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ഇനി ഈ വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന ബ്യൂട്ടി വൈറ്റമിൻ, നോട്ട് ചെയ്യണം, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. പിന്നെ ഹോർമോൺ വൈറ്റമിൻ എന്നും അറിയപ്പെടും. ഹോർമോൺ വൈറ്റമിൻ. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, പിന്നെ അതുകൂടാതെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഇങ്ങനെ 3 പേരുകളിലും അറിയപ്പെടും. ഇത് 3 വൈറ്റമിൻ ഇയുടെ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. വൈറ്റമിൻ ഇ ഇസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. സയന്റിഫിക് നെയിം ആണ് ടോക്കോഫിറോൾ. ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. എന്തുകൊണ്ട് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയാൻ കാര്യം, ഈ നമ്മുടെ ശരീരത്തില് കോശങ്ങൾക്കൊക്കെ എന്തെങ്കിലും സെൽസിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. ആ സെല്ലൊക്കെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോ വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ചോദിക്കാം, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആന്റി ഹോർമോൺ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി വൈറ്റമിൻ ഇയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എവിടുന്നാണ്? പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്ന സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യ എണ്ണകളിൽ നിന്നാണ്, സീഡ് ഓയിലുകളിൽ നിന്നൊക്കെയാണ്. ഈ സസ്യ എണ്ണകളിൽ നിന്നാണ് വൈറ്റമിൻ ഇ കൂടുതലായിട്ട് കിട്ടുന്നത്. വൈറ്റമിൻ ഇയുടെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് സസ്യ എണ്ണകളാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ.
പിന്നെ അടുത്ത പോയിന്റ്, ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ. അതുകൊണ്ടാണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ. പിന്നെ ഈ വൈറ്റമിൻ ഇയുടെ ഇത് പറയുമ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരമപ്രധാനമായി വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരമപ്രധാനമായി വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇനി നിരോക്സീകാരിയായ വൈറ്റമിൻ, അതും കൂടി അതിന്റെ കൂട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്തോ. നിരോക്സീകാരിയായ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. നിരോക്സീകാരിയായ വൈറ്റമിൻ. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി, കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തത, കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് പ്രഗ്നന്റ്. നോർമലായിട്ട് പ്രഗ്നന്റ് ആവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഇ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആരോഗ്യത്തിന്, വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. അപ്പൊ ആ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. വൈറ്റമിൻ ഇ ധാരാളമായി കാണാം. ഏറ്റവും പ്രധാന സ്രോതസ് സസ്യ എണ്ണകളാന്ന് പറഞ്ഞു. പിന്നെ കൂടുതലായി കാണപ്പെടുന്നത് ഈ എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞയില് വൈറ്റമിൻ ഇ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. എഗ് യോക്ക് അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയില് വൈറ്റമിൻ ഇ ധാരാളമായി കാണപ്പെടുന്നത്. ഇത്രയും പോയിന്റ്, മാസ് പോയിന്റുകളാണ് വൈറ്റമിൻ ഇയുടെ വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത്രയും പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ സയന്റിഫിക് നെയിം നമുക്ക് ഒന്നുകൂടി പറയാതെ, സയന്റിഫിക് നെയിം എന്തായിരുന്നു? വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ബ്യൂട്ടി അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട സ്രോതസ് ഏതാണ്? ഇത് പറയുകയാണെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ആണ്. ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ വളരെയധികം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ രോഗമാണ് അല്ലെങ്കിൽ വന്ധ്യത. വൈറ്റമിൻ ഇ കൂടുതലായി കാണപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം എഗ് യോക്ക്. നിരോക്സീകാരിയായ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ഇയുടെ പറയാൻ നമുക്ക് പഠിക്കാനുള്ളത്. കിട്ടിയല്ലോ എല്ലാവർക്കും? നോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, ഇനി അടുത്തത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ സയന്റിഫിക് നെയിം ആണ് ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ എന്നാണ് സയന്റിഫിക് നെയിം. ഞാൻ സ്പെല്ലിംഗ് പറയാം. PHYLLOQUINONE. ഫില്ലോക്വിനോൺ എന്നാണ് സയന്റിഫിക് നെയിം. കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പൊ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ ഇത് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? അപ്പോ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ എ. ഓക്കെ, അപ്പോ
കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് വെച്ചാൽ വൈറ്റമിൻ എ ആണ് ആൻസർ. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്, വൈറ്റമിൻ കെ. പിന്നെ നെക്സ്റ്റ് വൈറ്റമിൻ കെയുടെ പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. രക്തം, അതുകൊണ്ടാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. ഇനി ഈ വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ കെ കാണപ്പെടുന്നു. ക്യാബേജ്, കോളിഫ്ലവർ, ചീര, വെജിറ്റബിൾസിലൊക്കെ, ക്യാരറ്റിലൊക്കെ ഉണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ട് വൈറ്റമിൻ കെ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ്. ചോദിക്കാം, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതായിരുന്നു? വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. എന്നാൽ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ. ഇനി ഈ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഹീമോഫീലിയ. ഹീമോഫീലിയ, HAEMOPHILIA, ഹീമോഫീലിയ. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ഹീമോഫീലിയ ഇസ് എ ഡിസോർഡർ ഇൻ വിച്ച് ബ്ലഡ് ഡസന്റ് ക്ലോട്ട് പ്രോപ്പർലി. അല്ലെ, പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ഡേ എന്നാ? ഡേയ്സ് നമ്മൾ പഠിക്കണം. ഏപ്രിൽ 17. വെരി ഗുഡ്. ഏപ്രിൽ 17 ആണ് ലോക ഹീമോഫീലിയ ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഏപ്രിൽ 17. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടിയും പറയാം. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ കെനെ കുറിച്ച് പഠിക്കാനുള്ളത്. സയന്റിഫിക് നെയിം എന്തായിരുന്നു? സയന്റിഫിക് നെയിം ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാമേ? ലാസ്റ്റ് പോയിന്റാ. ചെറുകുടലിലെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പോ സയന്റിഫിക് നെയിം വൈറ്റമിൻ കെനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സയന്റിഫിക് നെയിം സയന്റിഫിക് നെയിം ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. ഇത് ഏത് വൈറ്റമിനാ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളൂ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. സയന്റിഫിക് നെയിം ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം, തണുപ്പിക്കുമ്പോൾ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഏപ്രിൽ 17 ആണ്. പിന്നെ ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇത്രയും മാസ് പോയിന്റുകളാണ്. ഇത്രയും നോക്കി വെക്കുക. ഇനി അടുത്തത് അപ്പൊ വൈറ്റമിൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ്
ധാതുക്കളാണ് മിനറൽസ് എന്ന് പറയുന്നത്. ധാതുക്കൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. മിനറൽസ് ക്ലിയർ ആവണില്ല, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയോ? കേൾക്കുന്നില്ലേ? എല്ലാരും ക്ലിയർ ആവണില്ല. മ്യൂട്ട് ചെയ്യാന്നിട്ടാണ്. ആരെങ്കിലും മ്യൂട്ട് ആക്കാത്തുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ആക്കിയാൽ നന്നായിരുന്നു. കൊറേ പേര് മ്യൂട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്നോണ്ട് എക്കോ വരുന്നുണ്ടോ? അപ്പോ നിങ്ങൾ ആവശ്യത്തിന് മാത്രം എന്താ പറയാ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് പറയട്ടോ, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും നമുക്ക് ക്ലിയർ അല്ലാത്തത്. സൗണ്ട് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് മിസ്സിന്റെ സൗണ്ട് ഇത്തിരി കുറവാ. ഒരു മിനിറ്റ്, ഡോർ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇപ്പോ ക്ലിയർ ആയോ? ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെക്കാളും ബെറ്റർ ആണ്. ഓക്കെ, ഓൾ മ്യൂട്ട് കൊടുക്കണോ നിങ്ങള്? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്താ പറയാ, ഒരു റെസ്പോൺസും ഇല്ലാതെ ഇങ്ങനെ വൺ ആക്ട് പോലെ ചെയ്യണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ആ ക്ലാസിന്റെ ഒരു ഫീൽ കിട്ടൂല. ജസ്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും, എനിക്കിപ്പോ ഇടയ്ക്ക് ചോദിക്കണ്ടേ, എഴുതിയോ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഫുള്ള് മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരും ക്ലാസ്സിൽ ഇരിക്കുന്നവര് മ്യൂട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാത്തെ. അപ്പോ ഞാൻ ചോദിക്കുമ്പോ നിങ്ങളൊന്ന് ആൻസർ പറയുക. കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ അറിയണ്ടേ? ഇപ്പൊ തന്നെ സൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് തോന്നിയപ്പോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ രണ്ട് ഡോറും ക്ലോസ് ചെയ്തിട്ടു. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേക്കാം, എന്നാലേ ക്ലാസിന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കാം. നമ്മള് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, എത്ര വലുതായ പിള്ളേരൊക്കെ അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ തന്നെയാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മ്യൂട്ട് മാറ്റി ക്ലാസ്സിലിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വൈറ്റമിൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫാറ്റ് സോൾബിൾ വൈറ്റമിനും വാട്ടർ സോൾബിൾ വൈറ്റമിൻസും കഴിഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താണ് ബ്യൂട്ടി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ഇത് മൂന്നും ആണ് കേട്ടോ നമ്മൾ വൈറ്റമിൻ ഇയുടെ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളെ കുറിച്ചാണ്. മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളെയാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്. Minerals are substance naturally occur or formed in the earth and in food that our bodies need to develop and function normally. Minerals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് മിനറൽസ് എന്ന് പറയുന്നത് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. പലതരത്തില് നമ്മുടെ ശരീരത്തില് മിനറൽസ് ആവശ്യമാണ്. നമ്മുടെ പേശിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും കോശങ്ങളുടെ പ്രവർത്തനത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ നടത്താനായിട്ട് മിനറൽസ് ആവശ്യമാണ്. എന്താ മിനറൽസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളെയാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്. അത് കുറച്ച് മിനറൽസ് നമുക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ട് വേണം, കുറച്ച് മിനറൽസ് ചെറിയ അളവിൽ മതി. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, 4 എണ്ണാണ്. ഇത്രയും മിനറൽസ് ധാതുക്കള് നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തില് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, 4 എണ്ണം. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം ഇത്രയും നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. ഇനി കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മഗ്നീഷ്യം, അയഡിൻ. ഇതൊക്കെ കുറഞ്ഞ അളവിൽ മതി.
കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മഗ്നീഷ്യം, അയഡിൻ. ഇത്രയും ഇങ്ങനെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. ലാസ്റ്റ് പറഞ്ഞ എന്താ മിസ്സേ? എന്തോ കുറഞ്ഞ അളവിലുള്ള ധാതുക്കള് ലാസ്റ്റത്തെ പേരെന്താ? കൂടിയ അളവില് നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, ഇത് 4 കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. എന്നാൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മഗ്നീഷ്യം, അയഡിൻ. ഇത്രയും കുറഞ്ഞ അളവിൽ മതി, കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. ഇനി നമുക്ക് അതിനകത്ത് ഓരോ മിനറൽസും കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് അയൺ, ഇരുമ്പ്. ഇത് നമ്മൾ ബയോളജീനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ മിനറൽസ് പഠിക്കുന്നത്. കെമിസ്ട്രിയില് നിങ്ങൾക്ക് അറിയാലോ ഒരുപാടുണ്ട്, പീരിയോഡിക് ടേബിളില് കുറെ മിനറൽസുകൾ ഇതിനകത്ത് ഉണ്ട്. കെമിസ്ട്രി ബേസിലല്ല നമ്മൾ പറയുന്നത്, ഇത് ബയോളജി ബേസിൽ ആണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നുള്ളൂ. അത് കുറഞ്ഞ അളവിലും കൂടിയ അളവിലും ആവശ്യമായിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണെന്നാ നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതിനകത്ത് ഇരുമ്പ്. ഇരുമ്പ് എന്തിനാ? അയൺ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇരുമ്പ് എന്തിനാണ് നമ്മുടെ ശരീരത്തില്? അതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ഏതാണ്? ഇരുമ്പ്. നമ്മുടെ ശരീരത്തില് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ഇരുമ്പ് കൂടുതൽ ഇലക്കറികള്, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയിലൊക്കെ ഇരുമ്പിന്റെ അംശം ധാരാളമായി കാണപ്പെടുന്നു. ഇലക്കറികളില്, പിന്നെ അതുപോലെ തന്നെ മത്തൻകുരു, മുതിര, ശർക്കര, കരൾ, നെല്ലിക്ക, ഡ്രൈ ഫ്രൂട്ട്സുകൾ എന്നിവയിലൊക്കെ ധാരാളമായി കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ചോളാണ്, കോൺ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ള ധാന്യം ചോളമാണ്, ചോളം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് സ്പൈസസിനകത്ത് വരുന്നത് മഞ്ഞളാണ്, മഞ്ഞൾ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങള് വരുന്നത് മഞ്ഞള്. ഈ രക്തത്തില് ഇങ്ങനെ ഹീമോഗ്ലോബിന്റെ അല്ല, ഇരുമ്പ് അധികമാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്ന് പറയും. സിഡറോസിസ്, SIDEROSIS, സിഡറോസിസ്, SIDEROSIS. ഇത്രയാണ് നമുക്ക് ഇരുമ്പിന്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടില്ല. അത് നിങ്ങൾക്ക് ഇതിന്റെ ആ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി അല്ല, അത് കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു രോഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. സിഡറോസിസ് രക്തത്തില് ഇരുമ്പ് അധികമാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. അപ്പൊ ഇരുമ്പ് എന്ന് പറഞ്ഞത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുവാണ്. അത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം എന്ന് പറയുന്ന ചോളാണ്. ഈ ചോളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. ഈ ഇരുമ്പ് അധികമാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇലക്കറികള്, മത്തൻകുരു, മുതിര, ശർക്കര, നെല്ലിക്ക, ഡ്രൈ ഫ്രൂട്ട്സ്, കരൾ എന്നിവയിലൊക്കെ ഇരുമ്പ് ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്. കാൽസ്യം, ഫോസ്ഫറസ് എന്തിനാ വേണ്ടത്? കാൽസ്യം, ഫോസ്ഫറസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെ? അതാണ് ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. കാൽസ്യം, ഫോസ്ഫറസിന്റെയും പറയുമ്പോൾ ധാതുക്കള് കാൽസ്യം, ഫോസ്ഫറസും ശരീരത്തില് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള, ബോൺസിന്റെയും അതുപോലെ ടീത്തിന്റെയും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ധാതുവാണ് കാൽസ്യം, ഫോസ്ഫറസും.
പേശികളുടെയും അതുപോലെ നെർവ്സ് നാഡികളുടെയും പ്രവർത്തനത്തിനും അത്യാവശ്യമാണ്. പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികള്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങള്, മത്സ്യം, പാലും പാൽ പ്രൊഡക്ട്സും എന്നിവയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു കാൽസ്യം. ഇതിൽ നമ്മൾ പാല് കുടിക്കണം എന്ന് പറയുന്ന പാലിലും പാൽ പ്രൊഡക്ട്സിലൊക്കെ കാൽസ്യം ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കാൽസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാൽ പ്രൊഡക്ട്സ്, പാല്, മത്സ്യം എന്നിവയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി. ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി, TETANY, ടെറ്റനി. പിന്നെ ഓസ്റ്റിയോപോറോസിസ്, OSTEOPOROSIS, ഓസ്റ്റിയോപോറോസിസ്. നെക്സ്റ്റ് അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ച മുരടിക്കല്, വളർച്ച ഒരു ഇതാകുമ്പോഴത്തേക്കും നിന്നു പോകുന്നു, അതാണ് വളർച്ച മുരടിക്കല്. ഇതൊക്കെ കാൽസ്യത്തിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളുടെ പേര് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ തന്നിട്ടുള്ളൂ, എന്താണ് അല്ലെങ്കിൽ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ പേരുകൾ മനസ്സിലാക്കി വെക്കുക. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കല്. ഇപ്പൊ എക്സാമിന് ആണെങ്കിലും ചോദിക്കാം, താഴെ തന്നിരിക്കുന്നത് കാൽസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പൊ അതിൽ നമ്മൾ നോക്കി എഴുതാം. ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കല്, ഇതൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കാൽസ്യം ഫോസ്ഫറസോ പറഞ്ഞത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ്. പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു. പിന്നെ ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികള്, പാൽ പ്രൊഡക്ട്സ്, മത്സ്യം എന്നിവയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കല്. ഇതൊക്കെ ഈ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. ഇനി നമുക്ക് സോഡിയം. നെക്സ്റ്റ് ആണ് സോഡിയം. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. ആവശ്യത്തിനുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ബോഡിയിൽ. അപ്പൊ അങ്ങനെ ആവശ്യത്തിനുള്ള ശരീരത്തിന് ആവശ്യമുള്ള ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു, ജലത്തിന്റെ അളവ് നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുവാണ് സോഡിയം. സോഡിയം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നേ? സോഡിയം പ്രധാനം സോൾട്ടിൽ നിന്നൊക്കെ, കറിയുപ്പ്, നമ്മൾ കഴിക്കുന്ന കറിയുപ്പിൽ നിന്നൊക്കെ സോഡിയം നമുക്ക് ലഭിക്കുന്നു, സോഡിയം. ഇനി നെക്സ്റ്റ് ആണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു ധാതു. അതാണ് ആദ്യം തന്നെ ഓർക്കേണ്ടത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുവാണ് അയഡിൻ. പിന്നെ നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതു. അയഡിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് അയഡൈസ്ഡ് സോൾട്ട്, അയഡൈസ്ഡ് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കടൽ വിഭവങ്ങള്, സമുദ്ര വിഭവങ്ങള്, അല്ലെ, അങ്ങനെയുള്ളതിലൊക്കെ അയഡിൻ ധാരാളമായി കാണപ്പെടുന്ന അയഡൈസ്ഡ് സോൾട്ട്, പിന്നെ സമുദ്ര വിഭവങ്ങൾ എന്നിവയിലൊക്കെ അയഡിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അയഡിൻ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ധാതു, അങ്ങനെ ചോദിക്കാം. മിനറൽ ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് അയഡിൻ. മാനസിക വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഈ അയഡിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്ന കടൽ വിഭവങ്ങള്, അയഡൈസ്ഡ് ഉപ്പ് എന്നിവയിലൊക്കെ ധാരാളമായി അയഡിൻ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ആണ് സിങ്ക്.
സിങ്ക്. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് സിങ്ക്. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് സിങ്ക്. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതു. കണ്ണുനീരിലും സിങ്ക് കാണപ്പെടുന്നുണ്ട്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നു, അല്ലെ കണ്ണുനീരിൽ കാണപ്പെടുന്ന ധാതു സിങ്ക്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇൻസുലിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതു, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാന്ന് വെച്ചാലും സിങ്ക് തന്നെയാണ്. സിങ്ക്. ലാസ്റ്റ് വൺ മഗ്നീഷ്യം. 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 മഗ്നീഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് സമുദ്ര വിഭവങ്ങൾ, ഇതുപോലെ പയർ വർഗ്ഗങ്ങള്, ചോക്ലേറ്റ്, ഇലക്കറികളില് ഒക്കെ മഗ്നീഷ്യം കാണപ്പെടുന്നുണ്ട്. സമുദ്ര വിഭവങ്ങള്, പയറുവർഗ്ഗങ്ങൾ, ചോക്ലേറ്റ്, ഇലക്കറികൾ എന്നിവയിലൊക്കെ മഗ്നീഷ്യം കാണപ്പെടുന്നുണ്ട്. മഗ്നീഷ്യം പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. പ്രോട്ടീൻ നിർമ്മാണത്തിന്, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യം. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഇനി ഇവിടെ നെക്സ്റ്റ് ഈ മഗ്നീഷ്യത്തിന്റെ ഇത് നമ്മള് മഗ്നീഷ്യം അല്ലെ ധാതുക്കളുടെ ഡെഫിഷ്യൻസി ഡിസീസസും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ മിനറൽസ് അതിന്റെ നേരെ അതിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന, അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും കൂടി നമുക്കൊന്ന് പറയാം. കാൽസ്യം. അപ്പൊ ഡെഫിഷ്യൻസി ഡിസീസ് ഹെഡിങ് കൊടുക്കുക. ഡെഫിഷ്യൻസി ഡിസീസസ്. കാൽസ്യം. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന 2 രോഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, 3 പറഞ്ഞു. ഏതൊക്കെയാണ്? ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇനി നെക്സ്റ്റ് ഇരുമ്പ്, അയൺ. അയണിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന അനീമിയ. അനീമിയ. അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന എന്തോ? കാൽസ്യത്തിന്റെ കാൽസ്യം ടെറ്റനി, TETANY, ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, OSTEOPOROSIS, ഓസ്റ്റിയോപോറോസിസ്. ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കല്, ഇതൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ആണ്. അടുത്ത ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന, ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ ഡെഫിഷ്യൻസി, അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? അനീമിയ. ഇനി അടുത്ത് സോഡിയം. സോഡിയത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന ഇംപ്രോപ്പർ മസിൽ കോൺട്രാക്ഷൻ, അതായത് മസിലുകളുടെ സങ്കോചിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു, കൺട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നു. മസിൽസിന്റെ സങ്കോചിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു. സോഡിയത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ. പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒന്നുകൂടിയാ? ഏതാണ്? സോഡിയം. സോഡിയം എന്ന് പറയുന്നതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ. ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ, CONTRACTION. മസിലുകളുടെ സങ്കോചിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു. മസിലുകളുടെ സങ്കോചിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു. ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ. ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ. പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് നെർവസ് ഡിസീസ്. നാഡീ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, നെർവ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, നാഡീ വ്യവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ്. നെർവസ് ഡിസീസസ്. NERVOUS. നെർവസ് ഡിസീസസ്. ഡിസോർഡർ, അല്ലെങ്കിൽ നെർവ്സ് ഡിസോർഡർ എന്ന് പറഞ്ഞാലും ശരിയാണ്.
ഡിസോർഡർ. ഡിസീസ് അല്ലെ ഡിസോർഡർ. അടുത്ത മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ്. ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ്, ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങള് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടാണ് വരുന്നത്. ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ്. ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ്. ഇനി അടുത്ത അയഡിൻ. അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഏതാ? ഗോയിറ്റർ, ക്രിട്ടിനിസം, മിക്സഡിമ. ഗോയിറ്റർ, GOITER, ഗോയിറ്റർ. ക്രിട്ടിനിസം, CRETINISM, CRETINISM, ക്രിട്ടിനിസം. മിക്സഡിമ, MYXEDEMA, മിക്സഡിമ. ഇത് മൂന്നും അയഡിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ്. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? ലാസ്റ്റ് ഏതാണ്? ഗോയിറ്റർ ആണോ? അല്ല, മിക്സഡിമയുടെ ആണ്. MYXEDEMA, മിക്സഡിമ. മിക്സഡിമ. ക്രിട്ടിനിസം, CRETINISM, ക്രിട്ടിനിസം. ഇത്രയാണ് നമ്മൾ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. കാൽസ്യം, കാൽസ്യത്തിന്റെ ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്. ഇരുമ്പിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് അനീമിയ. പിന്നെ സോഡിയത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്നത് മസിലുകളുടെ സങ്കോചിക്കാനുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നു. അതാണ് ഇംപ്രോപ്പർ മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്നതാണ് നെർവസ് ഡിസീസ്, നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. പിന്നെ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ്. പിന്നെ അയഡിൻ, ലാസ്റ്റ് പറഞ്ഞത് അയഡിൻ ആണ്. അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഗോയിറ്റർ, ക്രിറ്റിനിസം, മിക്സഡിമ. ഇതൊക്കെ അയഡിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ ധാതുക്കളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് ഫൈബറുകള്, നാരുകള്. നമ്മൾ പറയൂലേ നാരുകളുള്ള ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്. എന്തിനു വേണ്ടിയിട്ടാ? ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം, ഫൈബേഴ്സ് ഉള്ളത് കഴിക്കുന്നത് ഡൈജഷന് വേണ്ടിയിട്ട് അല്ലെ? നമുക്ക് നന്നായിട്ട് ഡൈജഷൻ നടത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നാരുകൾ അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കണം. ഏതൊക്കെ ഭക്ഷണങ്ങളിലെ നാരുകൾ ഫൈബേഴ്സ് കണ്ടന്റ് കൂടുതലുള്ളത്? ഏതൊക്കെയാ? മുരിങ്ങ, മുരിങ്ങ, വാഴയുടെ പ്രൊഡക്ട്സ് അല്ലെ, വാഴക്കൂമ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പറയും ഫൈബേഴ്സ് റിച്ച് ഫുഡാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഫൈബേഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ദ ബോഡി കനോട്ട് ഡൈജസ്റ്റ്. നമുക്ക് ബോഡി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല അല്ലെ? ഫൈബേഴ്സ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായുള്ള ധാന്യകം, ഇതാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ഫൈബേഴ്സ് എന്താ വെച്ചാൽ ഇസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യകമാണ് ഫൈബേഴ്സ്. ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ദേ കനോട്ട് ഡൈജസ്റ്റ്. ഇത് നാരുകള്, ഈ ഫൈബേഴ്സ് പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് തവിട് കളയാത്ത ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, ഇലക്കറികള്, പച്ചക്കറികള്, വാഴക്കൂമ്പ്, പിന്നെ അതുപോലെ പിണ്ടി. ഇതിലൊക്കെ ഫൈബേഴ്സ് ധാരാളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബേഴ്സിന്റെ ഫങ്ഷൻ എന്താ? ഫൈബേഴ്സ് എന്താ ചെയ്യുന്നത്? വൻകുടലിൽ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു. അതാണ് ഡൈജഷനിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു, ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയാണ് ഫൈബേഴ്സിന്റെ നിങ്ങൾക്ക് തന്നേക്കുന്നത്.
പിന്നെയാണ് ഫൈബേഴ്സ്. പിന്നെ അടുത്ത നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു പ്രധാന ആളാണ് വാട്ടർ. വാട്ടർ വേണ്ടേ? നമ്മുടെ ബോഡി ഇങ്ങനെ അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണെന്നറിയോ? മൊത്തം 70-75 ഒക്കെ അല്ലെ ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തില് ഇതിനകത്തും പല നിർണ്ണയിക്കുന്നത് 70-75 ഒക്കെ വരാം. ശരീരത്തിലെ ജലത്തിന്റെ അളവ് 70-75% ഒക്കെ ഉണ്ട്. പിന്നെ ആരോഗ്യമുള്ള നമുക്ക് ഈ ഇതിനകത്ത് ഇവിടെ തന്നേക്കുന്ന ഒരു പോയിന്റ്, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 35-40 ലിറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. വേണ്ട, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിന്റെ അളവ് 70-75% ആണ്. ഈ നമുക്ക് ഈ എങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് എങ്ങനെയാ? വിയർപ്പിലൂടെ, മൂത്രത്തിലൂടെയൊക്കെയാണ് ജലം നഷ്ടപ്പെടുന്നത്. നമ്മൾ ആരോഗ്യമുള്ള ഒരാൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 8 ലിറ്റർ. എത്രയാ? 8 ലിറ്ററോ? ആരോഗ്യം 8 ഗ്ലാസ്. 8 ഗ്ലാസ്, അതായത് 2 ലിറ്ററോളം നമ്മൾ വെള്ളം കുടിക്കണം. 8 ഗ്ലാസ് എന്നാ പറയുന്നത് കേട്ടാ. ആരോഗ്യമുള്ള ഒരാള് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം ഏകദേശം 2 ലിറ്ററോളം വെള്ളം കുടിക്കണം. അതായത് ഒരു 8 ഗ്ലാസ് 2 ലിറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന മൂത്രത്തിന്റെ ശരാശരി യൂറിന്റെ അളവാണ് ശരാശരി അളവെന്ന് വെച്ചാൽ 1.5 ലിറ്ററോളം യൂറിൻ പോകാണ്. അതാണ് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ഇത്രയും ഒരു പോയിന്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് യൂറിൻ 1.5 ലിറ്റർ. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന യൂറിന്റെ ശരാശരി അളവാണ് 1.5 ലിറ്റർ, 1.5 ലിറ്റർ. പിന്നെ അപ്പൊ ഇത്രയും ഒക്കെയാണ് നമ്മള് ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മളിപ്പോ ക്ലാസ് NCERT SCERT ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത്രയും പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫൈബേഴ്സും വാട്ടറും പിന്നെ മിനറൽസ്, വൈറ്റമിൻസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമാണ് പഠിക്കാൻ ഞാൻ തരാം. അതുകൂടി നിങ്ങൾ ഇതിന്റെ ഒപ്പം ഒന്ന് നോട്ട് ചെയ്തോ. ഡിസീസ് എന്ന് പറഞ്ഞാൽ വേറൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള കുറേയും ഉണ്ട്. ഡിസീസസ് തുടങ്ങുകയാണെങ്കിൽ കുറേയും ഉണ്ട്. അതിനകത്ത് എന്താണ് കണ്ടാമിനേറ്റഡ് ഡിസീസസ്, നോൺ കണ്ടാമിനേറ്റഡ്, പിന്നെ അതുപോലെ തന്നെ ആ സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ഉള്ളത്, പിന്നെ ബാക്ടീരിയ, വൈറസ്, അങ്ങനെ വെച്ച ഡിസീസിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ കുറേ ഉണ്ട് ഡിസീസസില്. അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് ടെസ്റ്റുകളും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളും, ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ടെസ്റ്റ് ആണ്, ഇതും കൂടിയും ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ പുതിയത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് തീർക്കാൻ പറ്റില്ല, അതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതവിടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്കത് എടുക്കാം, ഡിസീസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഒരു കുറച്ച് ടെസ്റ്റുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ക്ഷയരോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ടൈറ്റൻ ടെസ്റ്റ്. ടൈറ്റൻ അല്ല, ടൈം ടെസ്റ്റ്, TINE, ടൈം ടെസ്റ്റ്. പിന്നെ TST, എന്താ ഫുൾ ഫോം? TST എന്ന് കേട്ടിട്ടുണ്ടോ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റർ, ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റ് TST. മാൻഡോക്സ് ടെസ്റ്റ് MANTOUS, ഇതൊക്കെ ക്ഷയരോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. മാൻഡോക്സ് MANTOUS. ടൈം ടെസ്റ്റ് TINE, ഒന്നാമത്തെ TINE, ടൈം ടെസ്റ്റ്. മാൻഡോക്സ് MANTOUX, മാൻഡോക്സ് ടെസ്റ്റ്. പിന്നെ അടുത്ത TST. പിന്നെ ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്, WIDAL, വൈഡൽ ടെസ്റ്റ്.
വൈഡൽ ടെസ്റ്റ്. ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞ രോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷിക് ടെസ്റ്റ്. SCHICK. SCHICK. ഷിക് ടെസ്റ്റ്. SCHICK. ഡിഫ്തീരിയ. പിന്നെ അടുത്ത് ഡെങ്കി ഫീവർ. ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. TOURNIQUET. ടൂർണിക്കറ്റ് ടെസ്റ്റ്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. പിന്നെ എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗത്തിന് ചെയ്യുന്നത് 3 ടെസ്റ്റുകൾ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ PCR. PCR ടെസ്റ്റ്. എന്താ ഫുൾ ഫോം PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR ടെസ്റ്റ്. ELISA ടെസ്റ്റ്. പിന്നെയാണ് നെക്സ്റ്റ് ഒരെണ്ണാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ബ്ലോട്ട് BLOT. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇത് 3ഉം എയ്ഡ്സിന് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ELISA ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. പിന്നെ ഒരെണ്ണം നോവ ടെസ്റ്റ്. 4 പറഞ്ഞിട്ട് NOVA. നോവ ടെസ്റ്റ്. ഇനി നെക്സ്റ്റ് കുഷ്ഠം. ലെപ്രസി എന്ന് പറയും അല്ലെ. കുഷ്ഠത്തിന് ആ രോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ. HISTAMINE. ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ലെപ്രോമിൻ ടെസ്റ്റ്. LEPROMIN. ലെപ്രോമിൻ ടെസ്റ്റ്. LEPROMIN. ലെപ്രോമിൻ ടെസ്റ്റ്. അത് രണ്ടും കുഷ്ഠം ലെപ്രോസിക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. 2 ടെസ്റ്റുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ. ഹിസ്റ്റാമിനും ലെപ്രമിനും. ഇനി അടുത്ത വൈഡൽ ടെസ്റ്റ് എന്തിനായിരുന്നു? ഏതാ വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിനായിരുന്നു? വൈഡലാ? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിന്റെ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഡിഫ്തീരിയക്ക് ഷിക് ടെസ്റ്റ്. ഡെങ്കിപ്പനി ഡെങ്കി ഫീവറിന് ടൂണിക്കസ് ടെസ്റ്റ്. പിന്നെ എയ്ഡ്സിന് ചെയ്യുന്നത് 4 പറഞ്ഞു. ELISA ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നോവ ടെസ്റ്റ്. പിന്നെ കുഷ്ഠം ലെപ്രോസി 2 ടെസ്റ്റാ പറഞ്ഞത്. ഹിസ്റ്റാമിനും ലെപ്രോമിനും. പിന്നെ ഫുൾ ഫോം ഒന്ന് പറയോ? PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് POLYMERASE. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഏതാ? TST. ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ്. ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ്. ക്യാൻസറിന് ചെയ്യുന്ന ടെസ്റ്റ് ഏതാന്ന് അറിയാലോ? ക്യാൻസറിന് ഏതാ? ബയോപ്സി. BIOPSY. ബയോപ്സി. ബയോപ്സിക്ക് അയക്കൂ എന്ന് പറയൂ അല്ലെ. അപ്പൊ ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ക്യാൻസർ രോഗത്തിന് ചെയ്തു നോക്കുന്ന ടെസ്റ്റ് ആണ് ബയോപ്സി. BIOPSY. സ്ഥാനാർബുദം. അർബുദം ഇത് തന്നെ. മാമോഗ്രാഫി. ഗർഭാശയ ക്യാൻസർ. മാമോഗ്രാഫി. MAMMOGRAPHY. ഈ ഗർഭാശയ ക്യാൻസറിന് ചെയ്യുന്നതാണ് പാപ് സ്മിയർ ടെസ്റ്റ്. PAPSMEAR. പാപ് സ്മിയർ ടെസ്റ്റ്. ഗർഭാശയകളെ ഇപ്പൊ ക്യാൻസറിന് നമ്മൾ 3 തരത്തിലുള്ള ടൈപ്പാ പറഞ്ഞത്. അതിനകത്ത് സാധാരണ ക്യാൻസറിന് ചെയ്തു നോക്കുന്ന ബയോപ്സി ആണ്.
ബയോപ്സി ടെസ്റ്റ് ആണ്, BIOPSY. പിന്നെ സ്തനാർബുദത്തിന് ചെയ്യുന്നത് മാമോഗ്രാഫി ആണ്, മാമോഗ്രാഫി ടെസ്റ്റ്. സെർവിക്കൽ ക്യാൻസർ, ഗർഭാശയകാള ക്യാൻസറിന് ചെയ്യുന്നത് പാപ്സ്മിയർ ടെസ്റ്റ്. സ്പെല്ലിംഗ് ഒന്ന് പറയൂ മിസ്സേ. PAPSMEAR, പാപ്സ്മിയർ, PAPSMEAR, പാപ്സ്മിയർ ടെസ്റ്റ്. പിന്നെ അടുത്തത് വർണ്ണാന്ധത, കണ്ണിന്റെ പഠിച്ചു പറഞ്ഞല്ലോ വർണ്ണാന്ധത. ഏത് ടെസ്റ്റാ? ഇഷിഹാര ടെസ്റ്റ്. പിന്നെ കണ്ണുമായിട്ട് വന്നത് മാലക്കണ്ണ്, ഏത് ടെസ്റ്റാ അറിയോ? റോസ് ബംഗാൾ ടെസ്റ്റ്. മാലക്കണ്ണ് എന്ന് പറഞ്ഞ രോഗത്തിന് ചെയ്യുന്ന ടെസ്റ്റ് ആണ് റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ, ROSCBENGAL, ബംഗാൾ ടെസ്റ്റ്. മഞ്ഞപ്പിത്തത്തിന് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? ബിലിറൂബിൻ ടെസ്റ്റ്. വെരി ഗുഡ്. ബിലിറൂബിൻ, BILIRUBIN, ബിലിറൂബിൻ ടെസ്റ്റ്. DNA ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? തിരിച്ചു വയ്ക്കട്ടെ. നമ്മളല്ലേ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് DNA ടെസ്റ്റ്. DNA ടെസ്റ്റ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇത് ഏതാണെന്നറിയോ? കാഴ്ചശക്തി നോക്കാനായിട്ട് സ്നെല്ലർ ചാർട്ട്. ഇത്രയൊക്കെയാണ് ടെസ്റ്റുകളും കാര്യങ്ങളും പറയുന്നത്. പിന്നെ എന്താണ് ഈ ഇതിനകത്ത് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് ധാതുക്കള് അല്ലെങ്കിൽ മിനറൽസ്, ഈ വൈറ്റമിൻസിന്റെ ആദ്യത്തെ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ആ ഡെഫിഷ്യൻസി ഡിസീസ് പറഞ്ഞില്ലായിരുന്നോ? വൈറ്റമിൻ എയുടെ ഒക്കെ എല്ലാത്തിന്റെയും ഡെഫിഷ്യൻസി ഡിസീസ് നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും വൈറ്റമിൻസിന്റെയും പിന്നെ അതുപോലെ മിനറൽസിന്റെയും ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ് ഒക്കെ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. എന്നുവെച്ചാൽ ഇനിയിപ്പോ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ അത്രയും ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച എടുത്ത ടോപ്പിക് നോട്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.